ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്കപ്പിന് ശേഷം തീർച്ചയായും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റെഡായി ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. അതായത് പകച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ബ്രേക്കപ്പിന് ശേഷം ഞാൻ ഇനി എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ലൈഫിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു മിക്സഡ് ഫീലിങ്സ് ആയിരിക്കും അധിക സമയത്തും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരിക. ചിലപ്പോൾ നമുക്ക് തോന്നും റിലേഷൻഷിപ്പ് എന്തിനായിരുന്നു അവസാനിച്ചത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നാം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ചിന്തിക്കാം, അതല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇനി വേണം, എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ച് പിടിച്ചേ പറ്റൂ എന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഒരുപാട് ഫീലിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പല പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ആ സമയത്ത് മനസ്സിലൂടെ റണ്ണായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സീരിയസ് ആയി എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഫൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ഫീലിങ്സുകൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് അലോ ചെയ്യുക എന്നുള്ളതാണ്. അതിനെയൊക്കെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലാണ് പലപ്പോഴും നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിക്സഡ് ഫീലിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് അലോ ചെയ്യുക, അത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതേ കാര്യത്തിൽ തന്നെ പല ആളുകൾക്കും ഇത് ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യായിരുന്നു, അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലില്ല, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ജഡ്ജ് ചെയ്യുന്ന, അല്ലെങ്കിൽ പിന്നീട് കളിയാക്കുന്ന രീതിയിലുള്ള ആളുകളാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ട്രസ്റ്റോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ട് എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ ഒരു കാര്യം എന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ആ മിക്സഡ് ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അലോ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതെടുക്കാൻ മടിക്കാതിരിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായിട്ട്, അതായത് നിങ്ങൾ ഡെയിലി സംസാരിക്കുന്ന ആളുകളുമായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി, അതായത് നിങ്ങൾ ആരുമായിട്ടാണ് ബ്രേക്കപ്പ് ആയിട്ടുള്ളത് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുമായിരിക്കാം ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്. കാരണം ചില ആളുകൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നീട് അവരെ മീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല. പക്ഷേ ചില കേസുകളിൽ അവരെ നിരന്തരം വീണ്ടും കാണേണ്ട ഒരു അവസ്ഥയുണ്ട്. ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരേ ക്ലാസ്സൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ വീണ്ടും വീണ്ടും കാണേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് അവരുമായിട്ടുള്ള കോണ്ടാക്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്, അല്ലെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു കോണ്ടാക്ട് നിലനിർത്തുന്നത് എന്നതിനനുസരിച്ചാണ് പിന്നീട് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ. അപ്പൊ ആ റിലേഷൻഷിപ്പ് കൂടുതൽ വേഴ്സായി മാറാനോ അല്ലെങ്കിൽ പിന്നീട് ഹെൽത്തി ആയി മാറാനും നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഡിസിഷന് സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമതായി, ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കാര്യങ്ങളോടും നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതിന്റെ കാര്യമില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നതിന് വേണ്ടി ചോദിക്കുന്ന ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തായി എന്ന് അറിയുന്നതിന് വേണ്ടി ചോദിക്കുന്ന ആളുകളുണ്ടായിരിക്കാം, നിങ്ങളെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ എന്താണെങ്കിലും അതാരാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് നിങ്ങളോട് ചോദിക്കുകയാണ്, അത് നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, അത് ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളത് പറയാതിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾ ഫൈൻഡ് ചെയ്യുക, അങ്ങനെ തന്നെ പറയാം. അത് നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ബൗണ്ടറി സെറ്റ് ചെയ്ത് അതിൻ്റെ രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ രണ്ടാമതായിട്ട്, ഒരു ബ്രേക്കപ്പ് നമുക്ക് ഹെൽത്തി വേയിൽ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ചുറ്റുള്ള ഏത് വ്യക്തിയുമായിക്കൊള്ളട്ടെ അവരുമായിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ
മൂന്നാമതായി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൺസേൺഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായിട്ട് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ളത്. അതിനർത്ഥം എല്ലാ ആളുകളുമായിട്ട് അകലം പാലിക്കുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഡീൽ ചെയ്യാനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തിയോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ എന്താണെന്നുള്ളത് പറയണം, അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് റീകണക്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അതൊന്നും ആഗ്രഹമില്ല, സെൽഫായിട്ട് തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ അതൊക്കെ നേരിടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഇത് ഡിപ്പെൻസ് ആണ്, നിങ്ങളുടെ ഓരോ ആളുകളിലും ഈ ഒരു കാര്യം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ആളുകളുമായിട്ടോ റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുക, ഓപ്പണായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇനി അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. ഫൈനലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ബ്രേക്കപ്പ് ഒക്കെ നേരിടുക എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ലൈഫിലേക്ക് വീണ്ടും ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സോ അത്തരത്തിലുള്ള ആ ഒരു ഫോക്കസ് നമുക്ക് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു ട്രാക്കിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അതുകൂടി പറയാം. അതിലൊന്നാണ് ജേർണൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരാളുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല, അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും, പക്ഷെ അങ്ങനെ പറയാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഒരാളില്ല എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജേർണലായിട്ട് എഴുതാം എന്നുള്ളതാണ്. പലപ്പോഴും ഇത് എഴുതി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് റിലീഫ് കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജേർണലിംഗ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ജേർണൽ ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഒക്കെ നമുക്ക് ക്ലാരിറ്റി കിട്ടും എന്നുള്ളത്. അപ്പൊ ജേർണലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ എഴുതുന്നോ അതാണ് നിങ്ങളുടെ ജേർണലിംഗ്. അപ്പൊ അതിന് ഈ ഒരു പാറ്റേൺ ഉണ്ട് അല്ലെങ്കിൽ ഇത്ര ദിവസം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഡേയ്സ്, നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള സമയമൊക്കെ തിരഞ്ഞെടുത്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അത് ജേർണൽ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, സ്ലീപ്പ്. പ്രോപ്പറായി ഉറങ്ങുന്നുണ്ട്, അതായത് സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പുറത്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ ഒക്കെ പുറത്ത് പോയി ഒന്ന് ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വയം റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരിക്കും. ഇനി ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ധാരണയിൽ നിങ്ങൾക്ക് വലിയൊരു സ്റ്റെപ്പ്, അതായത് നിലവിലുള്ള ആ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാനൊന്നും കഴിയാത്തൊരു കാര്യത്തിൽ പോയിട്ട് തല വെക്കാതിരിക്കുക. ചെറിയ സ്മോൾ സ്റ്റെപ്സ് മാത്രം എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിലേഷൻഷിപ്പിൽ നിന്നും ബ്രേക്കപ്പ് ആയി നമുക്കത് മൂവ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.